ഗസയിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായവുമായി പുറപ്പെട്ട കപ്പൽ ഇസ്രായേൽ തടഞ്ഞു. പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തൻബർഗ്, യൂറോപ്യൻ പാർലമെൻറ്റ് അംഗം റിമ ഹസൻ ഉൾപ്പെടെ 12 പേരുമായി ഗസയിലേക്ക് പുറപ്പെട്ട മാൻഡലീൻ കപ്പലാണ് ഇസ്രായേൽ തടഞ്ഞത്. പാകിസ്ഥാൻ അനുകൂല ഗ്രൂപ്പായ ഫ്രീഡം ഫ്ലോട്ടില കോയലിഷനാണ് യാത്ര സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് ഇസ്രായേൽ കമാൻഡോകൾ കപ്പൽ തടഞ്ഞത്. ഇസ്രായേലിൻ്റെ ഉപരോധം ലംഘിച്ച് ഗസയിലേക്ക് കടക്കാനും സഹായം വിതരണം ചെയ്യാൻ ലക്ഷ്യമിട്ടാണ് സംഘം യാത്ര തിരിച്ചത്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സിൻ്റെ നിർദ്ദേശപ്രകാരമാണ് സൈന്യം കപ്പൽ തടഞ്ഞത്. മെഡിറ്ററേനിയൻ ദ്വീപായ സിസിലിയിലെ കറ്റാനിയയിൽ നിന്ന് ജൂൺ 1 കപ്പൽ പുറപ്പെട്ടത്. ഗസയിൽ എത്തിച്ചേരാൻ FFC നടത്തുന്ന 2ാമത്തെ ശ്രമമാണിത്. ആദ്യ ദൗത്യം മാൾട്ട തീരത്ത് അവസാനിപ്പിച്ചിരുന്നു. ഡ്രോൺ ആക്രമണത്തെ തുടർന്നായിരുന്നു യാത്ര നിർത്തിവെച്ചത്. ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന ആരോപണം അന്ന് ഉയർന്നിരുന്നു. പലസ്തീനിലെ ഇസ്രായേലിൻ്റെ നാവിക ഉപരോധം മറികടക്കാനാണ് ഗസയിലേക്ക് ബ്രിട്ടീഷ് പതാകയേന്തിയ മാൻഡലീൻ എന്ന കപ്പലിൽ സംഘം യാത്ര തിരിച്ചത്. കപ്പലിൽ ബേബി ഫുഡ്, അരി, മെഡിക്കൽ സപ്ലൈസ് തുടങ്ങിയ സാധനങ്ങളാണുള്ളത്. ഇസ്രായേലിൻ്റെ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. സമാധാനപരമായ യാത്രയിൽ ഇസ്രായേൽ നിയമവിരുദ്ധമായി ഇടപെട്ടുവെന്നാണ് പ്രധാന ആരോപണം. എന്നാൽ ആഗോള മാധ്യമ ശ്രദ്ധ ആകർഷിക്കാൻ ഉദ്ദേശിച്ചുള്ള ഒരു നാടകീയ നീക്കമെന്നാണ് സംഭവത്തിൽ ഇസ്രായേലിൻ്റെ ന്യായീകരണം. നാവികസേന കപ്പൽ പിടിച്ചെടുത്ത് ഒരു ഇസ്രായേൽ തുറമുഖത്തേക്ക് തിരിച്ചുവിട്ടതായി ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ മന്ത്രാലയം കപ്പൽ യാത്രയെ അവഹേളിക്കുന്ന രീതിയിൽ വിശേഷിപ്പിച്ചു. അതിനെ സെലിബ്രിറ്റികളുടെ സെൽഫി യാച്ച് എന്നാണ് പരാമർശിച്ചത്. അതായത് സെലിബ്രിറ്റികൾ ഉല്ലാസയാത്ര ചെയ്യുകയാണെന്നാണ് ഇസ്രായേലിൻ്റെ പരിഹാസം. കൂടാതെ യാത്രക്കാർ അവരുടെ മാതൃരാജ്യങ്ങളിലേക്ക് മടങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. കപ്പലിലുണ്ടായിരുന്നവർക്ക് പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ലെന്നും അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകിയിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. സെൽഫി യാച്ചിലെ എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണ്. പരിക്കുകളൊന്നുമില്ല. അവർക്ക് സാൻഡ്വിച്ചുകളും വെള്ളവും നൽകി. ഷോ അവസാനിച്ചു. ലൈഫ് ജാക്കറ്റുകൾ ധരിച്ച് കപ്പലിലിരിക്കുന്ന ആക്ടിവിസ്റ്റുകളുടെ ദൃശ്യങ്ങൾക്കൊപ്പം മന്ത്രാലയം ഇങ്ങനെയാണ് കുറിച്ചത്. മറ്റൊരു പോസ്റ്റിൽ വിദേശകാര്യ മന്ത്രാലയം പറയുന്നത് ഇങ്ങനെയാണ്: കപ്പലിൽ ഉണ്ടായിരുന്നതും സെലിബ്രിറ്റികൾ ഉപയോഗിക്കാത്തതുമായ ചെറിയ സഹായം ഗസയിലേക്ക് അയക്കും. ഗസ മുനമ്പിലേക്ക് സഹായം എത്തിക്കാൻ നിരവധി മാർഗങ്ങളുണ്ട്. അതിൻ്റെ സെൽഫികൾ ഇൻസ്റ്റഗ്രാമിൽ ഇടാറില്ലെന്ന് മാത്രമെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പരിഹസിക്കുന്നത്. ആക്ടിവിസ്റ്റുകൾക്ക് മുന്നിൽ ഇനിയുള്ള മാർഗം എന്താണ്? അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലെ മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക റിപ്പോർട്ടർ ഫ്രാൻസെസ്ക അൽബനീസ് FFCയുടെ ദൗത്യത്തെ പിന്തുണയ്ക്കുകയും ഉപരോധത്തെ വെല്ലുവിളിക്കാൻ വിശാലമായ മുന്നേറ്റത്തിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. മാൻഡലീൻ്റെ യാത്ര അവസാനിപ്പിച്ചിരിക്കാം, പക്ഷേ ദൗത്യം അവസാനിച്ചിട്ടില്ല. എല്ലാ മെഡിറ്ററേനിയൻ തുറമുഖങ്ങളും ഗസയിലേക്ക് സഹായവും ഐക്യദാർഢ്യവും നൽകുന്ന ബോട്ടുകൾ അയക്കണം, അവർ സോഷ്യൽ മീഡിയയിൽ എഴുതി.